പെബിൾസ് മലയാളം. വ്യത്യസ്തരായിരിക്കുക. ശ്യാം എന്ന ഒരു പണക്കാരനായ വ്യാപാരിക്ക് ഗോപാൽ എന്നൊരു വേലക്കാരനുണ്ടായിരുന്നു. ഗോപാല് കുറെ കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അവനെപ്പോലെ കഠിനാധ്വാനിയും വിശ്വസ്തനുമായ ഒരു ജോലിക്കാരനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. അവനെപ്പോലൊരു ജോലിക്കാരനെ ഇക്കാലത്ത് കിട്ടുമോ? ഗോപാലും തന്റെ മുതലാളിക്ക് വേണ്ടി സന്തോഷത്തോടെ ജോലി ചെയ്തു. രാധേ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. എവിടെയാണ് നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എനിക്ക് തീരെ വയ്യ, എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ശരി. ഗോപാൽ, എന്താ നിനക്കൊരു ദുഃഖം? എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല മുതലാളി. എന്നാ നിനക്ക് അവധി എടുത്തുകൂടായിരുന്നോ? സാരമില്ല മുതലാളി, അവൾ നോക്കിക്കോളും. ദിവസങ്ങൾ കടന്നുപോയി. രാധേ, നിനക്കിനിയും സുഖമായില്ലല്ലോ. നിന്റെ ചികിത്സയ്ക്ക് ഒരു 500 രൂപയെങ്കിലും വേണ്ടിവരും. എന്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ തീരെ പണവുമില്ല. നമ്മെ സഹായിക്കാൻ ദൈവത്തിനെ കഴിയൂ. അതേ ദിവസം തന്നെ ഗോപാൽ, നീ വീട്ടിലേക്ക് പോകുമ്പോ ഈ 500 രൂപ കൊണ്ടുപോയി എന്റെ അമ്മയ്ക്ക് ഒരു മണി ഓർഡർ അയക്കണം. ശരി മുതലാളി. വൈകുന്നേരം ഗോപാൽ തപാൽ ഓഫീസിലേക്ക് പോയി. 500 രൂപ. ഈ പണം ഞാൻ എടുത്താൽ എന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഞാൻ പിന്നീട് പണം അയച്ചു കൊടുത്തോളാം. ഇരുമനസ്സോടെ ഗോപാൽ വീട്ടിലേക്ക് മടങ്ങി. എന്താണ് നിങ്ങളുടെ വിഷമത്തിന് കാരണം? ഒന്നുമില്ല, ഞാൻ നിന്റെ ചികിത്സയ്ക്കുള്ള പണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഞാൻ എങ്ങനെ ഏർപ്പാടാക്കി? വേണ്ട, നിങ്ങൾ എന്നോട് സത്യം പറയണം. രാധേ, അത് മുതലാളി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി തന്നതാ. എന്റെ ദൈവമേ, ആ പണമാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? അതെ. അത് വളരെ തെറ്റാണ്. ഈ പണം കൊണ്ട് ചികിത്സിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. നാളെ രാവിലെ തന്നെ നിങ്ങൾ തപാൽ ഓഫീസിലേക്ക് പോകണം. അടുത്ത ദിവസം ഭാര്യ പറഞ്ഞതുപോലെ ഗോപാൽ ചെയ്തു. അതിനുശേഷം ശ്യാമിന്റെ വീട്ടിലേക്ക് പോയി. മുതലാളി, ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. നീ എന്താ ഈ പറയുന്നത്? ഗോപാൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഈ കാര്യത്തിൽ കുറ്റക്കാരൻ ഞാനാണ്. ഞാനിവനെ സഹായിക്കണമായിരുന്നു. എനിക്ക് നാണം തോന്നുന്നു. ഗോപാൽ, നീ എന്നോട് ക്ഷമിക്കണം. ഈ പണം നീ കൊണ്ടുപോയി നിന്റെ ഭാര്യയെ ചികിത്സിക്ക്. ഈ മാസം മുതല് ഞാൻ നിനക്ക് ഒരു 500 രൂപ ശമ്പളം കൂട്ടിത്തരാൻ പോവാ. അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. എന്നിട്ട് സ്വയം അത് തിരുത്തി. ഡസ്ക്, സന്ധ്യ മയങ്ങുന്ന നേരം. ഗ്രേസ്, പുല്ല് മേയുക. അഹിംസ. ഒരു ഗ്രാമത്തിനരികിലുള്ള കാട്ടിൽ ഒരു സന്യാസി വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ഓമനയായ ഒരു സിംഹവും ഉണ്ടായിരുന്നു. ഹേയ്, നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. നീ ഒരു വന്യമൃഗമാണെങ്കിലും ആരെയും നീ ആക്രമിക്കുന്നില്ല. സിംഹത്തെക്കുറിച്ചറിഞ്ഞ ഗ്രാമവാസികൾ അതിനെ കാണാനുള്ള അവസരം ഒരിക്കലും പാഴാക്കാറില്ല. ഒരിക്കൽ ഒരച്ഛനും മകനും ആ ആശ്രമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അച്ഛാ, നമ്മൾ പറഞ്ഞു കേട്ട സിംഹം ഇവിടെ ഉണ്ടാവുമോ അച്ഛാ? അതെ, അത് സന്യാസിയുടെ കൂടെ ആശ്രമത്തിൽ ഉണ്ടാവും. എനിക്ക് സിംഹത്തെ കാണണം. അച്ഛൻ മകനെ കൊണ്ടുപോയി. ഞാനതിന്റെ അടുത്ത് പൊക്കോട്ടെ അച്ഛാ? പോയിക്കൊള്ളൂ മോനെ. അതിനെ തൊട്ടോട്ടെ അച്ഛാ? ശരി, തൊട്ടോ മോനെ. അവൻ സിംഹത്തിന്റെ അടുത്തു ചെന്ന് അതിനെ തൊട്ടു. ഇവൻ മഹാപാവമാ. ഞാൻ ഇവനെ ഒന്ന് കളിപ്പിക്കട്ടെ. അവൻ സിംഹത്തെ ഒരു വടിയെടുത്ത് അടിച്ചു. വേണ്ട, ഉപദ്രവിക്കരുത്, എന്നെ അടിക്കരുത്. സിംഹത്തിന്റെ നെറ്റിയിൽ മുറിവ് പറ്റി. പതുക്കെ സിംഹത്തെ ഉപദ്രവിക്കുന്നത് കുട്ടികൾ ഒരു ശീലമാക്കി മാറ്റി. എനിക്ക് വിഷമമുണ്ട്. കുട്ടികൾ നിന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു.
എന്നിട്ടും നീ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത്? പക്ഷേ ഇപ്പോൾ ഞാൻ ദയ കാണിക്കാൻ ശീലിച്ചിരിക്കുന്നു. എനിക്കാരെയും വേദനിപ്പിക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല. നീ ആരെയും വേദനിപ്പിക്കേണ്ട കാര്യമില്ല. വെറുതെ ഗർജിക്കണം, അവരെ ആക്രമിക്കുന്ന പോലെ അഭിനയിക്കണം. പിന്നീട് ഒരിക്കലും അവർ നിന്നെ വേദനിപ്പിക്കില്ല. അടുത്ത ദിവസം ആ കുട്ടി ഒരു വടിയുമായി സിംഹത്തിനടുത്ത് വന്നപ്പോൾ സിംഹം ഗർജിച്ച് ആ കുട്ടിയെ ആക്രമിക്കുന്നത് പോലെ അഭിനയിച്ചു. സഹായിക്കണേ, സഹായിക്കണേ! പെട്ടെന്ന് ആ കുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. അന്നു മുതൽ സിംഹത്തെ ഉപദ്രവിക്കാൻ എല്ലാവരും ഭയപ്പെട്ടു. ബാക്കിയുള്ള കാലം സിംഹം സന്യാസിയോടൊത്ത് സന്തോഷത്തോടെ ജീവിച്ചു. സേജ്, ജ്ഞാനിയും വിശ്വസ്തനുമായ ഒരു ആത്മീക പുരുഷൻ. പ്രാങ്ക്സ്, വിനോദത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ. സഫർ, കഷ്ടപ്പാടും വേദനയും. സമാധാനത്തിന്റെ സമ്മാനം. ഭരതരാജാവും ചന്ദൻ രാജാവും കൂട്ടുകാരായിരുന്നു. മന്ത്രി, നമ്മുടെ സുഹൃത്ത് ചന്ദൻ മഹാരാജാവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ വാരാന്ത്യത്തിൽ നാം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ വേഗം തന്നെ ചെയ്താലും. അങ്ങയുടെ ആജ്ഞ പോലെ മഹാരാജാവേ. ഭരത മഹാരാജാവ് തീരുമാനിച്ചതുപോലെ വാരാന്ത്യത്തിൽ തന്റെ സുഹൃത്തിനെ കാണാനായി പുറപ്പെട്ടു. സ്വാഗതം, സ്വാഗതം സുഹൃത്തെ. സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. താങ്കൾക്ക് സുഖമാണല്ലോ അല്ലേ? അവരിരുവരും കുറെ സമയം പലതും സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് തെറ്റിദ്ധാരണയുണ്ടായി. അങ്ങനെ ഭരതരാജാവ് ചന്ദൻ മഹാരാജാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. മന്ത്രി, അദ്ദേഹം നമ്മോട് തർക്കിച്ചു എന്നറിയാമോ? അദ്ദേഹത്തിന് തെറ്റുപറ്റി, പക്ഷേ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. എങ്കിൽ അവിടുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു രാജൻ. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. അതേസമയം ചന്ദൻ മഹാരാജാവിനും ഭരത മഹാരാജാവിനെക്കുറിച്ച് അതേ അഭിപ്രായമായിരുന്നു. മന്ത്രി, ഭരതൻ ഇന്ന് ഒരുപാട് അഹങ്കരിച്ചു. അദ്ദേഹം സംസാരിച്ച വിധം നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്തുക്കൾക്കിടയിൽ ഇത് സാധാരണയാണ് മഹാരാജാവേ. അങ്ങ് ഇതേക്കുറിച്ചോർത്ത് വിഷമിക്കാതിരിക്കൂ. ഈ ചെറിയ തെറ്റിദ്ധാരണ പതുക്കെ ഒരു വലിയ വിടവിന് കാരണമായി. മന്ത്രി, നാം ഒരു യുദ്ധം ചെയ്ത് ചന്ദൻ മഹാരാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സാമ്രാജ്യത്തിനു നേരെ യുദ്ധം പ്രഖ്യാപിക്കൂ. മന്ത്രി ഇത് കേട്ട് ഞെട്ടിപ്പോയി. മറുഭാഗത്തും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത്. ചന്ദൻ മഹാരാജാവിന്റെ മന്ത്രിയും ഞെട്ടിപ്പോയി. ഭരത മഹാരാജാവിന്റെ മന്ത്രിയെ നമുക്ക് കാണണം. പലരുടെയും ജീവിതം നഷ്ടപ്പെടും. യുദ്ധം കാരണം ഇരുവശങ്ങളിലും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിക്കും. മന്ത്രി ഉടൻ തന്നെ യാത്ര പുറപ്പെട്ടു. മന്ത്രിവര്യ, താങ്കളുടെ സന്ദർശനത്തിനുള്ള കാരണം അറിയിച്ചാലും. എന്റെ രാജാവ് താങ്കളുടെ സാമ്രാജ്യത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെയും അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് തടയാൻ നാം എന്തെങ്കിലും ചെയ്യണം. ആം, ശരി, എനിക്കൊരാശയം തോന്നുന്നു. അദ്ദേഹം രഹസ്യമായി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. താങ്കൾ മഹാരാജാവിനെ അതിർത്തിയിലെ ആ വലിയ മരത്തിനടുത്തേക്ക് കൊണ്ടുവരൂ. അതൊരു നല്ല ആശയമാണ്. ശരി, വീണ്ടും കാണാം. അടുത്ത ദിവസം 2 മന്ത്രിമാരും അവരുടെ രാജാക്കന്മാരെയും കൊണ്ട് നിശ്ചയിച്ച സ്ഥലത്തെത്തി. മരത്തിന്റെ ചില്ലയിൽ ഒരു വാൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്ന് തന്നെ അവർ ആ ദൃശ്യം കണ്ടു. ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നു. ആഹാ, എത്ര മനോഹരമായ വാൾ! മനോഹരമായ ചുവന്ന കല്ലുകൾ ഈ വാളിനെ വിലമതിപ്പുള്ളതാക്കിയിരിക്കുന്നു. ഈ വാൾ നമ്മുടെ കൊട്ടാരത്തിന് അതിമഹത്തായ ഒരു സ്വത്താണ്. ഒരു സംശയവും വേണ്ട, ഇത് പച്ചയാണ്. താങ്കൾ പറയുന്ന പോലെ ചുവപ്പല്ല. ഇരുവരും കുറെ സമയം തർക്കിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവരുടെ മന്ത്രിമാർ ശബ്ദമുയർത്തി പറയാനാരംഭിച്ചു. മഹാരാജാക്കന്മാരെ, നിർത്തൂ! വഴക്കിടുന്നതിനു മുമ്പ് ഇരുവരും എല്ലാ വശങ്ങളും കാണേണ്ടതാണ്. എന്നിട്ട് അഭിപ്രായം പറയൂ. ഇരുവരും ഒരു വാളിനു വേണ്ടിയാണ് തർക്കിക്കുന്നത്. തർക്കിക്കുന്നതിനു മുമ്പ് വാൾ ഇരുവശത്തു നിന്നും നോക്കേണ്ടതായിരുന്നു. ഇരുവരും പറഞ്ഞത് സത്യമാണ്.
ഈ വാൾ ഒരു വശത്ത് പച്ചയും മറുവശത്ത് ചുവപ്പുമാണ്. സത്യമാണോ? അതെ മഹാരാജാക്കന്മാരെ, ഇതാണ് സത്യം. യുദ്ധങ്ങളും തർക്കങ്ങളും എപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ടാണ് സംഭവിക്കുക എന്നത് വാസ്തവമാണ്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നപ്പോ നമ്മൾ സമാധാനത്തോടെ ജീവിച്ചു. പക്ഷെ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു. ഇരുവരും... ഇനിയൊന്നും പറയണ്ട മന്ത്രി. നാം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി. ഇനി ഒരിക്കലും വഴക്കിടില്ലെന്ന് ഞാൻ വാക്കു തരുന്നു. സമാധാനത്തോടെ ജീവിക്കുമെന്നും. നാമും വാക്കു തരുന്നു. യാതൊരു തെറ്റിദ്ധാരണകളും ഉണ്ടാവാതിരിക്കാൻ നാമും പ്രയത്നിക്കുന്നതാണ്. ഞങ്ങളെന്നും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരുന്നു. വിസ്പർ, ശബ്ദം കുറച്ച് സംസാരിക്കുക. ഷീത്ത്, സംരക്ഷണ കവചം. പ്രഷ്യസ്, വിലമതിപ്പുള്ളത്. പെബിൾസ് മലയാളം.